ഈ വീഡിയോയിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് അപ്ഡേറ്റുകളാണ്. നമ്മൾ സംസാരിച്ചു പോയ വിഷയങ്ങൾ തന്നെയാണ് അതിൽ വന്നിരിക്കുന്ന കുറച്ച് അപ്ഡേറ്റുകൾ. ഞാൻ ഇന്നലെ കാനഡ പ്രൈം മിനിസ്റ്റർ ജസ്റ്റിൻ ട്രൂഡോയുടെ വീഡിയോ ചെയ്തപ്പോഴത്തേക്കും അയാൾ റിസൈൻ ചെയ്തിട്ടില്ലായിരുന്നു. പക്ഷേ അതിനുശേഷം നമ്മൾ പബ്ലിഷ് ചെയ്യുന്ന കറക്റ്റ് സമയത്താണ് അയാൾ റെസിഗ്നേഷൻ അനൗൺസ് ചെയ്തത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ റിസൈൻ ചെയ്തു എന്ന് എഴുതി ചേർക്കുകയാണ് ചെയ്തത്. അപ്പോൾ എന്തായാലും ആ വാർത്തയിൽ വന്ന കുറച്ച് ഡെവലപ്മെന്റ്സ് ഉണ്ട്. അപ്പോൾ റിസൈൻ ചെയ്ത് കഴിഞ്ഞു. ഇപ്പം കാനഡയിൽ നിന്നും ജേർണലിസ്റ്റ് ഡാനിയൽ ബോർഡ്മാൻ പറഞ്ഞിരിക്കുന്നത് വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ജേർണലിസ്റ്റ് ആണ്. പുള്ളി പറഞ്ഞിരിക്കുന്നത് പറഞ്ഞാൽ വരും ദിവസങ്ങളിൽ പുതിയ ഗവൺമെന്റ്, അതായത് കൺസർവേറ്റീവ് പാർട്ടിയുടെ പിയർ പൊലിവർ എന്ന് പറഞ്ഞ ആ ഒരു ലീഡറിന്റെ നേതൃത്വത്തിൽ ഇന്ത്യ കാനഡ ബന്ധം വളരെ നല്ല മെച്ചപ്പെട്ട രീതിയിൽ കൊണ്ടുപോകാനുള്ള സാധ്യതയുണ്ട് എന്നുള്ള ഒരു വിലയിരുത്തലാണ് പുള്ളി വെച്ചിരിക്കുന്നത്. അഭിപ്രായമാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷെ അത് എനിക്കും അത് തോന്നുന്നുണ്ട്. കാരണം ഈ പിയർ പൊലിവർ എന്ന് പറഞ്ഞ വ്യക്തി കൃത്യമായിട്ട് എല്ലാ കാലഘട്ടത്തും ഈ ഒരു ട്രൂഡോയുടെ നിലപാടുകളെ പാർലമെന്റിന്റെ ഉള്ളിൽ, അതായത് ഹൗസ് ഓഫ് കോമൺസ്, കാനഡയിൽ ഹൗസ് ഓഫ് കോമൺസ് എന്നാണ് വിളിക്കുന്നത് പാർലമെന്റിനെ. അപ്പൊ ആ ഒരു രീതിയിൽ ഈ ഹൗസ് ഓഫ് കോമൺസിന്റെ ഉള്ളിൽ കൃത്യമായി ഗണ്ണിച്ചുകൊണ്ടിരുന്നതായിട്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇപ്പൊ ട്രൂഡോ നിലം പൊത്തിയതിന്റെ കാരണം എന്ന് പറഞ്ഞാൽ വളരെ വ്യക്തമാണ്. അവരെ പിന്തുണ നൽകിയിരുന്നത്, അതായത് ട്രൂഡോയുടെ പാർട്ടിക്ക് ലിബറൽ പാർട്ടിയാണ് ട്രൂഡോയുടെ പാർട്ടി. ലിബറൽ പാർട്ടിക്ക് പിന്തുണ നൽകിയിരുന്ന ഖാലിസ്ഥാനികൾ മൊത്തത്തിൽ കൂട്ടത്തോടെ അവരുടെ പിന്തുണ പിൻവലിച്ചതോടുകൂടിയാണ് ട്രൂഡോ ഈ ഒരു അവസ്ഥയിലേക്ക് തള്ളപ്പെട്ടത്. ഈ ഒരു അവസ്ഥയിൽ ട്രൂഡോയുടെ പൊസിഷൻ എന്താണ്? ട്രൂഡോയുടെ പൊസിഷൻ വളരെ വ്യക്തമാണ്. ഇപ്പോഴും പുള്ളി ലിബറൽ പാർട്ടിയുടെ ലീഡറാണ്. അതാണ് ഇപ്പോഴത്തെ ഒരു പൊസിഷൻ. അപ്പൊ അതിലുപരിയായിട്ട് പ്രൈം മിനിസ്റ്ററായിട്ട് തുടരും. ഏതുവരെ? പാർട്ടി ഒരാളെ നിർദ്ദേശിച്ച് ഇലക്ഷൻ സംഘടിപ്പിച്ച് ഒരു പുതിയ പ്രൈം മിനിസ്റ്ററെ കൊണ്ടുവരുന്നത് വരെ പ്രൈം മിനിസ്റ്ററായിട്ട് തുടരും എന്നാണ് ട്രൂഡോ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇതിൽ നമ്മൾ നോക്കുമ്പോഴത്തേക്കും അടുത്ത ഇലക്ഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് ഏതാണ്ട് ഒക്ടോബറിലാണ് കേട്ടോ. ഈ ഒക്ടോബർ എന്ന് പറയുമ്പോഴത്തേക്കും ഏതാണ്ട് ഈ ഒരു ട്രൂഡോയുടെ ഈ ഒരു കാലപരിധി അവസാനിക്കുന്ന ഒരു ടൈമാണ്. അപ്പൊ ഏകദേശം ഇനിയും കുറച്ച് നാൾ കൂടെ ഒരു ഡമ്മി പ്രൈം മിനിസ്റ്ററായിട്ട് കാനഡയിൽ ട്രൂഡോ തുടരും എന്നുള്ള വാർത്തകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതായത് ഒരു ഡമ്മി പ്രൈം മിനിസ്റ്റർ, ഒരു ആക്ഷനും എടുക്കാൻ കഴിയാത്തൊരു പ്രൈം മിനിസ്റ്റർ. ഇനിയിപ്പോ അവിടെ തണുപ്പ് കാലമാണ് കാനഡയിൽ. അപ്പം ഇനി ഒരു 2-3 മാസത്തേക്ക് അവിടെ വലിയ രീതിയിലുള്ള ചലനങ്ങളൊന്നും തന്നെ നടക്കാൻ സാധ്യതയില്ല. ഐ മീൻ പൊളിറ്റിക്കൽ മൂവ്മെന്റ്സ് ഒന്നും തന്നെ നടക്കാൻ സാധ്യതയില്ല. ഖാലിസ്ഥാനികൾ കൃത്യമായിട്ട് ഒരു ചേരിതിരിവ് അവിടെ നടത്തിയിട്ട് ഈ പുതിയ പ്രൈം മിനിസ്റ്ററായിട്ട് വരാൻ സാധ്യതയുള്ള, അഥവാ അവിടെ ഏറ്റവും കൂടുതൽ പോളിംഗിലൊക്കെ ലീഡിംഗ് പുലർത്തുന്ന ആൾക്കാരെ സ്വാധീനിക്കാനുള്ള ശ്രമത്തിലായിരിക്കും ഇനി ഖാലിസ്ഥാനികൾ. ഇന്ത്യക്ക് ഇതൊരു ശുഭപ്രതീക്ഷയാണ്. കാരണം ഇന്ത്യയുമായിട്ട് ബന്ധപ്പെട്ട് കാനഡയിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. പ്രത്യേകിച്ചും നമ്മുടെ സ്റ്റുഡൻസ് കമ്മ്യൂണിറ്റി തന്നെയാണ് ഏറ്റവും കൂടുതൽ സ്റ്റുഡന്റുകൾ കേരളത്തിൽ നിന്നൊക്കെ കയറിപ്പോയി പഠിക്കുന്ന ഒരു നാടാണ് കാനഡ. അപ്പൊ അതുപോലെ ഒരു രാജ്യം ഇങ്ങനത്തെ ചില ദുരന്ത മുഖങ്ങളെ കൊണ്ട് അവിടെ പ്രൈം മിനിസ്റ്ററായിട്ടൊക്കെ ഇരുത്തിയിട്ട് നമുക്കിട്ട് ഇങ്ങനെ ഒരു ഉപദ്രവങ്ങൾ കൊണ്ടുവരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വളരെ അസഹനീയമായ കാര്യമാണ്. അപ്പൊ എന്തായാലും അയാൾ റിസൈൻ ചെയ്ത് വളരെ നന്നായി. അപ്പൊ ഇനി ഒരു 6-7 മാസത്തേക്ക് ഇനി കാനഡയെ ചൊല്ലിയുള്ള പ്രശ്നം ഇനി ഇന്ത്യക്ക് ഇല്ല എന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് നയതന്ത്രം കുറച്ച് ഡൗൺ ആണ്. കാരണം സ്റ്റിൽ ട്രൂഡോ തന്നെയാണ് അവിടെ ഒരു ഡമ്മി പ്രൈം മിനിസ്റ്ററായിട്ട് തുടരാൻ പോകുന്നത്. അപ്പൊ ഇതാണ് കാനഡയിൽ നിന്നും ജസ്റ്റിൻ ട്രൂഡോ റിസൈൻ ചെയ്തതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സ്. വളരെ മനോഹരമായിട്ടുള്ള ഒരു വാർത്തയാണ്. വായിച്ചപ്പോൾ എനിക്കത് പറയണം തോന്നി. ഷെയ്ഖ് മുഹമ്മദ്, ദുബായിലെ ഭരണാധികാരിയാണ്. ഷെയ്ഖ് മുഹമ്മദ് ഏതാണ്ട് 3000 വീടുകൾ കൺസ്ട്രക്ട് ചെയ്യാണ്. പുതിയതായിട്ട് ഒരു പദ്ധതിയാണ്. എന്തിന്റെ പദ്ധതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാലോ, ഗ്ലോബലി തന്നെ ജനസംഖ്യ എത്ര വന്നാലും കുഴപ്പമില്ല എന്ന് വിചാരിക്കുന്ന ഒരു രാജ്യം, ഇന്ത്യയെ പോലെ ഒരു രാജ്യം വേറെ എവിടെ ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ അതുകൊണ്ട് ഇന്ത്യ ആകുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് എത്ര കുട്ടികളാവാം. നമ്മൾ വീട്ടിന് 2 എന്നൊക്കെ റീപ്ലേസ്മെന്റ് ലെവൽ 2 റീപ്ലേസ്മെന്റ് ലെവൽ എന്ന് പറയുന്നത് ഒരു വീട്ടിൽ 2 കുട്ടികളാണ്. അതായത് ഫാദർ മദർ രണ്ടുപേരെയും ഈക്വൽ ആയിട്ട് റീപ്ലേസ് ചെയ്യാൻ കപ്പാസിറ്റി ഉള്ള 2 കുട്ടികൾ, ഈക്വൽ റീപ്ലേസിംഗ് മെമ്പർ എന്ന് പറയുന്നത്. പക്ഷെ എന്നാലും ഇന്ത്യയിൽ നിങ്ങൾക്ക് എത്ര കുട്ടികളായാലും നിങ്ങൾക്ക് പ്രശ്നമൊന്നുമില്ല എന്നുള്ളതാണ്. പക്ഷേ ചൈനയിലൊക്കെ കുറച്ച് നാൾക്ക് മുമ്പ് നിങ്ങൾ ഒരു കുട്ടിക്ക് മുകളിലൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഭയങ്കര പ്രശ്നങ്ങളാണ്. അവിടെ ഗവൺമെന്റ് തന്നെ പല രീതിയിലുള്ള നികുതികളും ടാക്സും, പിന്നെ ഗവൺമെന്റിന്റെ പല രീതിയിലുള്ള സ്കോളർഷിപ്പുകൾ അതൊന്നും കിട്ടത്തില്ല. ആ രീതിയിലാണ് കാര്യങ്ങൾ. എന്തിനു റേഷൻ കാർഡ് എന്ന് പറഞ്ഞ പദ്ധതിയിൽ പോലും ആ കുട്ടിയുടെ പേര് ചേർക്കാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു ചൈനയിൽ. അപ്പൊ എന്തായാലും ഈ രീതിയിൽ മുന്നോട്ട് പോകുമ്പോഴത്തേക്കും ഇപ്പം ലോകം ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രതിസന്ധി എന്ന് പറഞ്ഞാൽ ഇപ്പൊ ജനസംഖ്യ ഇന്ത്യയിലുണ്ട്, പക്ഷെ മറ്റുള്ള രാജ്യങ്ങളൊക്കെ ജനസംഖ്യ വളരെ കുറവാണ്. ജപ്പാൻ, കൊറിയ, യൂറോപ്യൻ രാജ്യങ്ങൾ, ഇതേപോലെ രാജ്യങ്ങളൊക്കെ ജനസംഖ്യ ഭീഷണി നേരിടുന്നതാണ്. കാരണം എക്കണോമി തന്നെ തകർന്നു പോകുന്ന അവസ്ഥയാണ് ജനസംഖ്യ ഇല്ലാത്തത് കൊണ്ട്. ആ രീതിയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. അപ്പൊ ജനസംഖ്യ വർദ്ധിപ്പിക്കാനുള്ള പല മാർഗങ്ങളും പല രാജ്യങ്ങളും ചെയ്യുന്നുണ്ട്. അതുപോലെ ഒരു പദ്ധതിയാണ് ഈ ഒരു 3000 വീടുകൾ എന്നുള്ള ഒരു പദ്ധതി. അത് ഷെയ്ഖ് മുഹമ്മദ് കൊണ്ടുവന്നിരിക്കുന്നത് ഒരു മാസത്തിന് മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് UAE ഒരു ഫാമിലി മിനിസ്ട്രി ഏർപ്പെടുത്തിയിട്ടുണ്ടെന്നുള്ളത് അല്ലെ, ഒരു ഫാമിലി മിനിസ്ട്രി, അതായത് കുടുംബത്തിന്റെ കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ടും ജനസംഖ്യ, വിവാഹം, ഇതേപോലത്തെ കാര്യങ്ങളൊക്കെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയിട്ട് UAE ഒരു മിനിസ്ട്രി, ഫാമിലി മിനിസ്ട്രി രൂപീകരിച്ചിട്ടുണ്ടെന്നുള്ള വാർത്ത നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത് അതിന്റെ ഒരു തുടർച്ചയാണ്. കാരണം അത് വിവാഹം കഴിക്കാൻ താല്പര്യപ്പെടുന്ന യങ്സ്റ്റേഴ്സ്, അത് യുവാക്കൾ, യുവതികൾ, അവർക്കാണ് ഈ വീട് കൊടുക്കുന്നത്. ഈ വീട് ഫ്രീ ആയിട്ട് അങ്ങ് കൊടുക്കുകയാണ്. മനസ്സിലായോ? അതായത് നിങ്ങൾ വിവാഹം കഴിച്ച് ഫാമിലി ആയിട്ട് അവിടെ താമസിക്കണം. ഇതാണ് നിയമം.
അപ്പൊ ഇത് എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ അവരുടെ ഒരു ഫാമിലി ലൈഫ് ആ ഒരു കൾച്ചർ ബിൽഡ് ചെയ്ത് കൊണ്ടുവരാൻ അതിന് സപ്പോർട്ടീവ് ആവുന്ന രീതിയിൽ കൂടുതൽ ജനസംഖ്യ വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള പദ്ധതിയുടെ ഭാഗമായിട്ട് ആ മിനിസ്ട്രി ഓഫ് ഫാമിലിയുടെ കീഴിൽ വരുന്ന പദ്ധതിയാണ് ഈ ഒരു 3000 ഹൗസ് ബിൽഡ് ചെയ്യാന്നുള്ള പ്രോഗ്രാം. അപ്പം ജൈക്ക് സുല്ലിവൻ ഈ NSA, അതായത് നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസർ അമേരിക്കയുടെ, വളരെ വൈകാരികമായിട്ടാണ് പുള്ളിയുടെ ഈ ഒരു അവസാനത്തെ സന്ദർശനം അരങ്ങേറിയത്. അപ്പൊ ആ ഒരു സാഹചര്യത്തിൽ പുള്ളി പിന്നെ അജിത് ഡോവലിന്റെ അടുത്ത് വളരെ കൃത്യമായിട്ട് പറഞ്ഞത്, സിവിൽ ന്യൂക്ലിയർ ഉപയോഗത്തിനോ അല്ലെങ്കിൽ ഇമ്പോർട്ട് എക്സ്പോർട്ടിനോ നമുക്ക് ഒരു തടസ്സങ്ങളും ഇന്ത്യയുമായിട്ട് ഇനി ഒരു കാര്യത്തിന് പ്രശ്നങ്ങൾക്കും ഇല്ല. ഇന്ത്യ ശ്രദ്ധിക്കേണ്ട ഒരേ ഒരു കാര്യം മാത്രമേ ഉള്ളൂ, ഡ്യുവൽ യൂസേജ് ഉള്ള ഗുഡ്സുകൾ റോങ് ഹാൻഡിലേക്ക് എത്താതിരിക്കാൻ ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. അതായത് അമേരിക്കക്കെതിരെ പ്രവർത്തിക്കുന്ന ആൾക്കാർ അറിയാമല്ലോ, റഷ്യ, നോർത്ത് കൊറിയ, ഇതേപോലത്തെ ചില രാജ്യങ്ങൾ, ചൈന, ഇതേപോലത്തെ ചില രാജ്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പൊ അവർ ഉദ്ദേശിക്കുന്നത് ഡ്യുവൽ യൂസേജ്. ഈ ഡ്യുവൽ യൂസേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില പ്രോഡക്റ്റുകൾ ഉണ്ടാവും. ആ ചില പ്രോഡക്റ്റുകൾ കൃത്യമായിട്ട് ചിലപ്പം ചില ചിപ്പ് ആവാം, ചിലപ്പോൾ ചില നട്ടും ബോൾഡൊക്കെ ആവാം, ചില ടെക്നിക്കൽ ഐറ്റംസ് ആവാം. ഈ ഐറ്റംസ് ഓർഡർ ചെയ്യുന്നത് വേറെ എന്തെങ്കിലും ഒരു സാധനം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞിട്ടായിരിക്കും ഇന്ത്യയിൽ നിന്ന് മേടിക്കുന്നത്. പക്ഷേ ഈ സെയിം സ്പെയർ പാർട്സ് തന്നെ പല വെപ്പണുകൾ, ആയുധങ്ങളിലും ഇത് യൂസ് ചെയ്യാൻ പറ്റും. അപ്പൊ അവർ ഓർഡർ ചെയ്യുന്നത് എന്തിനായിരിക്കും? ഇന്ത്യ എടുത്ത് ഓർഡർ ചെയ്യുന്നത് ഞങ്ങൾക്ക് ഒരു വണ്ടിയുടെ യൂസേജിന്, അല്ലെങ്കിൽ ഞങ്ങൾക്ക് ചില ഫാക്ടറിയുടെ മാനുഫാക്ചറിങ്ങിന് വേണ്ടിയിട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അവർ ഓർഡർ ചെയ്ത് മേടിക്കും. ഈ മേടിക്കുന്ന സാധനം അവർ ഇതിനു വേണ്ടി യൂസ് ചെയ്യത്തില്ല. അവർ യൂസ് ചെയ്യുന്നത് ചിലപ്പം ആയുധങ്ങൾ ഉണ്ടാക്കാനായിരിക്കും. അപ്പൊ അങ്ങനത്തെ കാറ്റഗറിയിൽ വരുന്ന ഡ്യുവൽ യൂസേജ് ഗുഡ്സ് എന്ന് പറയുന്ന ഈ സാധനങ്ങളാണ്. പ്രത്യേകിച്ചും ഈ വെപ്പൺ ഉണ്ടാക്കാൻ, ആയുധം ഉണ്ടാക്കാൻ യൂസ് ചെയ്യുന്ന പ്രോഡക്റ്റ്, ആ പ്രോഡക്റ്റുകൾ മറ്റുള്ളവർക്ക് കൊടുക്കാതിരിക്കുക എന്നുള്ളതാണ് ആ ഒരു കണ്ടീഷൻ. ഈ ഒറ്റൊരു റിക്വസ്റ്റ് ആണ് അമേരിക്ക ഇന്ത്യ എടുത്ത് വെച്ചിരിക്കുന്നത്. ഇന്ത്യ ആ വിഷയത്തിൽ പണ്ടേ നിലപാട് വ്യക്തമാക്കിയതാണ് ഓൾറെഡി തന്നെ. 2-3 കമ്പനികൾ അമേരിക്കയിൽ ഇന്ത്യൻ കമ്പനികൾക്ക് സാങ്ഷൻസ് ഏർപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു ഈ ഒരു ഇടയ്ക്ക്, കഴിഞ്ഞ ഒരു മാസത്തിന് മുമ്പ്. അപ്പൊ അത് ഇതേ സെയിം വിഷയത്തിനെ ചൊല്ലിയാണ് ഒരു 4-5 കമ്പനികൾക്ക് സാങ്ഷൻസ് ഏർപ്പെടുത്തിയത്. അത് വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട് ഓൾറെഡി. അപ്പൊ അതുകൊണ്ട് ഇതിന്റെ കാര്യങ്ങളെല്ലാം, അതായത് നമ്മുടെ ചാനലിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഈ പറയുന്ന കാര്യങ്ങൾക്കെല്ലാം റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് ഉറപ്പായിട്ടും കാണുന്നുള്ളതാണ്. കാരണം നമ്മൾ കുറച്ച് വ്യൂ കിട്ടാൻ വേണ്ടിയിട്ട് ഈ ഹൈ ആയിട്ട് പോകുന്ന ടോപ്പിക് എടുത്ത് ചെയ്യുന്ന ഒരു ചാനലല്ല ഇത്. ഇത് കൃത്യമായിട്ട് കറന്റ് ഈവൻസ്, പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഇന്ത്യൻ നാഷണലിസ്റ്റ് എന്നുള്ള നിലയിൽ ഇന്ത്യക്ക് പോസിറ്റീവ് ഓർ ഇന്ത്യക്ക് നെഗറ്റീവ് ആ രീതിയിൽ വരുന്ന കുറച്ച് കറന്റ് അഫയേഴ്സിൽ നോളജ് കിട്ടുന്ന രീതിയിലുള്ള വീഡിയോസ് ആണ് നമ്മൾ ചെയ്തിടുന്നത്. അപ്പൊ അതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് ഒരു ടോപ്പിക് എടുത്ത് ഹൈപ്പായിട്ട് സംസാരിച്ച് കുറച്ച് വ്യൂ ഉണ്ടാക്കുക, അതല്ല ലക്ഷ്യം. അപ്പൊ അതുകൊണ്ട് ഇമാതിരി ഞാൻ പറയുന്ന വിഷയങ്ങളെ കുറിച്ചുള്ള ഡ്യുവൽ യൂസേജിന്റെ ഗുഡ്സിനെ കുറിച്ചുള്ള വീഡിയോ നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അപ്പൊ എന്തായാലും മാത്രമാണ് ജേക്ക് സുല്ലിവൻ ഇന്ത്യക്ക് വെച്ച ഒരു റിക്വസ്റ്റ്. കാരണം ഇന്ത്യയുടെ ഒരു മാനുഫാക്ചറിങ് ഡിഫൻസ് മേഖലയിൽ അത് ഇനി ഒരിക്കലും തടയാൻ പറ്റാത്ത അത്രത്തോളം ഒരു വളർച്ചയായിട്ട് മുന്നോട്ട് കുതിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് അവർ ഇതൊരു റിക്വസ്റ്റ് ആയിട്ടാണ് വെക്കുന്നത്. ഇതൊരു കണ്ടീഷൻ ഒന്നുമല്ല, ഇത് ജസ്റ്റ് ഒരു റിക്വസ്റ്റ് ആണ്. ഇത് ഡ്യുവൽ യൂസേജ് പ്രോഡക്റ്റിൽ കുറച്ചുകൂടെ ഇന്ത്യ സുതാര്യത പാലിക്കണം എന്നുള്ള രീതിയിലുള്ള റിക്വസ്റ്റ് അതാണ് അവർ വെച്ചത്. പുള്ളി പോകുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടെ ആ ഒരു സ്പീച്ചിൽ പറയുകയുണ്ടായി. അതായത് ഇതാണ് സംഭവം, അതായത് ചൈനയെ ചെറുക്കാൻ, ചൈനയുടെ നിഗൂഢ തന്ത്രങ്ങളും ചില പ്ലാനുകളും പദ്ധതികളൊക്കെ ചെറുക്കാൻ ഇന്ത്യ US-ഉമായിട്ട് ചേർന്ന് സഹകരിച്ച് കഴിഞ്ഞ 4 വർഷം വളരെ എഫക്റ്റീവായിട്ട് പെരുമാറി. അതുപോലെ തന്നെ ഇന്ത്യ വളരെ നിർണായക ഘടകമാണ്, US-ന്റെ ഒരു നാച്ചുറൽ പാർട്ട്ണർ ആണ് എന്നുള്ള നിലയിലാണ് പുള്ളി അഭിസംബോധന ചെയ്ത് മടങ്ങുന്നത്. പിന്നെ ഇന്ത്യ ഒരു അനൗൺസ്മെന്റ് ഇട്ടിരിക്കുന്നത് സൗത്ത് ഏഷ്യൻ കൺട്രീസ് മൊത്തം ഒരുമിക്കണം. എന്തിനു വേണ്ടിയിട്ടാണ്? ഈ ഒരു ബ്രഹ്മപുത്രയിൽ ചൈന നിർമ്മിക്കാനിരിക്കുന്ന ഒരു മെഗാ ഡാം പ്രോജക്റ്റിന് എതിരെ. എന്തുകൊണ്ടാണ് എതിർക്കണം എന്ന് പറഞ്ഞാൽ സീസ്മോളജിക്കൽ ഏരിയയാണ്, അതുപോലെ തന്നെ അത് ജിയോളജിക്കലി സെൻസിറ്റീവ് ആയിട്ടുള്ള ഏരിയയാണ്. അപ്പൊ അതുപോലെ തന്നെ അതൊരു അപകട സാധ്യത മേഖലയാണ്. ഇത്രയും കാരണം കൊണ്ട് ബംഗ്ലാദേശ് ഉൾപ്പെടെയുള്ള താഴോട്ട് കിടക്കുന്ന മിയാൻമാർ, അതേപോലത്തെ കിടക്കുന്ന രാജ്യങ്ങളെല്ലാം തന്നെ അടിച്ചുകൊണ്ട് പോകാനുള്ള എല്ലാ സാധ്യതയുണ്ട്. അപ്പൊ അതുപോലെ ഇത് വാട്ടർ ഫ്ലോയെ തന്നെ ഇത് അഫക്ട് ചെയ്യും. അങ്ങനെ ചില പദ്ധതികളും കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ ഈ എല്ലാ രാജ്യങ്ങളും, ഈ സൗത്ത് ഈസ്റ്റിൽ കിടക്കുന്ന രാജ്യങ്ങളെല്ലാം കൂടെ ഒരുമിച്ച് ചൈനയ്ക്കെതിരെ റെസൊല്യൂഷൻ പാസ്സാക്കണം എന്നാണ് ഇന്ത്യ പറഞ്ഞിരിക്കുന്നത്. ഇത് ഇന്ത്യയുടെ ഒരു ആവശ്യമാണ്. ഇന്ത്യ ഇനി പോകുന്ന ഓരോ ഫോറംസിലും ഇതിനെക്കുറിച്ച് സംസാരിക്കും. ഇന്ത്യ അറിയാമല്ലോ, ഇന്ത്യ ഒരു കാര്യം എടുത്തു കഴിഞ്ഞാൽ പിന്നെ അത് എല്ലാ സ്ഥലത്തും അത് റിഫ്ലക്ട് ചെയ്യും. അപ്പൊ അതുപോലെയാണ് കാര്യങ്ങൾ പറഞ്ഞു വെക്കുന്നത്. കാരണം ഇങ്ങനെ ഒരു മെഗാ പ്രോജക്ട്, ഈ ഒരു ഡാം ഈ ഒരു സീസ്മോളജിക്കൽ ഏരിയയിൽ കൊണ്ടുവരാൻ യാതൊരു താല്പര്യമില്ല എന്നുള്ളതാണ് കൃത്യമായിട്ട് ഇന്ത്യ ചൂണ്ടിക്കാണിക്കുന്നത്. ഇത് അന്താരാഷ്ട്ര മേഖലയിൽ ഇത് ഉയർത്തി കാണിക്കും. ഇന്ത്യ ഡാമിന് എതിരാണെന്നുള്ളത് നമ്മൾ 2 ദിവസം മുമ്പ് തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതിൽ വന്നിരിക്കുന്ന ലേറ്റസ്റ്റ് ഡെവലപ്മെന്റ് ആണ് ഈ കാര്യം. ഞാൻ ഇവിടെ കാണിച്ചിരിക്കുന്ന സ്ക്രീൻഷോട്ട്, ഇത് സിറാജ് പത്രത്തിൽ വന്ന ഒരു കുറിപ്പാണ്. നമ്മളിത് ഇന്നലെ ഇതിനെക്കുറിച്ച് നമ്മൾ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, അതായത് ഈ ഒരു ബെൻഗുരിയൻ കനാലിനെ കുറിച്ച്. അപ്പൊ അവർ ഇന്ന് അതിനെക്കുറിച്ച് ഡീപ്പായിട്ട് ഒരു റിപ്പോർട്ട് എഴുതിയിട്ടുണ്ട്. ആ റിപ്പോർട്ടിൽ ഡീപ്പ് എന്ന് ഞാൻ പറയാനുള്ള കാരണം നെഗറ്റീവ് വശമാണ് അവർ കൂടുതൽ കാണിച്ചിരിക്കുന്നത്. അതായത് ഈ ഒരു കനാൽ വന്നു കഴിഞ്ഞാൽ ഇതൊരു പുതിയ പദ്ധതിയല്ല, പറഞ്ഞിരിക്കുന്നത് ഇതൊരു പുതിയ പദ്ധതിയല്ല. യെസ്, ഇതൊരു പുതിയ പദ്ധതിയല്ല. പക്ഷെ ഇപ്പൊ നിലവിൽ അവിടെ കനാൽ ഉണ്ടോ അതാണ് ചോദ്യം. അവിടെ കനാൽ ഇല്ല എന്നുള്ളതാണ് വസ്തുത, അത് നമുക്ക് മനസ്സിലാക്കണം. പിന്നെ ഇതൊരു ഗാസയുടെ ഒരു കോർണറിൽ നിന്നാണ് തുടങ്ങുന്നത്. അപ്പൊ അതുകൊണ്ട് അവിടെ തന്നെ അവർ കോൺഫ്ലിക്റ്റ് ആയിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നെ ഇവര് കുറച്ച് ആദ്യമേ തന്നെ കുറച്ച് പുകഴ്ത്തി എഴുതുന്ന പോലെയൊക്കെ എഴുതുന്നുണ്ട്. 1963 തന്നെ ഇതിനെക്കുറിച്ചുള്ള സംസാരങ്ങളും പ്ലാനുകളൊക്കെ ഉണ്ടായിരുന്നു. ഏതാണ്ട് 200 സംതിങ് മുതൽ 300 കിലോമീറ്റർ ലെങ്ത് ഉള്ള ഒരു കനാൽ പണിയാനുള്ള
ഒരു വാട്ടർ വേ പണിയാനുള്ള ഒരു തീരുമാനം ഇസ്രായേലിൽ ഉണ്ടായിരുന്നുള്ള രീതിയിലൊക്കെ അവർ സംസാരിക്കുന്നുണ്ട്. അതൊക്കെ ഓക്കെ, വസ്തുതാപരമായ കാര്യമാണ്. പക്ഷെ അതിനെക്കുറിച്ച് നെഗറ്റീവായിട്ട് അവർ പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. ഇത് പണിയുക എന്നുള്ളത് ഇസ്രായേലിന് അസാധ്യമായ കാര്യമായിട്ടാണ് അവർ വിലയിരുത്തിയിരിക്കുന്നത്. സിറാജ് പത്രത്തിന്റെ വിലയിരുത്തൽ, പണിയുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര എളുപ്പത്തിലുള്ള കാര്യമല്ല. ഇതിന് ഭീമമായ തുക വേണ്ടി വരും. ആർക്ക്? ഇസ്രായേലിന്. ഞാൻ ഇന്നലെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, ബ്ലാക്ക് റോക്ക് എന്ന് പറഞ്ഞിട്ട്. ഈ ബ്ലാക്ക് റോക്ക് സംഘടനയുടെ ലാരി ഫിങ്ക് എന്ന് പറഞ്ഞ ഞാൻ ഒരാളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ ലാരി ഫിങ്ക് എന്ന് പറയുന്ന ഒരു ജൂ ആണ് കേട്ടോ. അത് ഞാൻ ഇങ്ങനെ വീഡിയോയിൽ പറഞ്ഞിട്ടില്ല എന്ന് തോന്നുന്നു. പക്ഷെ അതൊരു ജൂ ആണ്. അപ്പൊ ഇതുപോലെ എത്രയോ ജൂവുകളുള്ള ഒരു കമ്മ്യൂണിറ്റി അമേരിക്കയിലുണ്ട്. ഞാൻ ഇപ്പൊ അതിൽ ഫൈനാൻഷ്യലി വെൽത്തി ആയിട്ടുള്ള ജൂവിനെ എടുത്ത് ഇവിടെ ലിസ്റ്റ് ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഇത് ഈ സിറാജ് പത്രത്തിൽ ഇത് ആരാണോ എഴുതിയത് അയാൾ പോയി ഇത് പഠിച്ചു കഴിഞ്ഞാൽ വളരെ നന്നായിരിക്കും. അതേ എനിക്ക് പറയാനുള്ളൂ. കാരണം എന്തെങ്കിലുമൊക്കെ ഒന്ന് എഴുതുമ്പോഴേ കുറച്ചുകൂടെ റിസർച്ച് ചെയ്തിട്ട് എഴുതുന്നത് വളരെ നല്ലതാണ്. കാരണം ഈ ജൂവിഷ് ഫണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ JF ഫണ്ട് ഉണ്ട്, ജൂവിഷ് ഫണ്ട്. ജൂവിഷ് ഫണ്ടിന്റെ പല ശാഖകൾ എങ്ങനെയൊക്കെയാണ് പരന്ന് വിരിഞ്ഞ് കിടക്കുന്നത്, ഇതിനെക്കുറിച്ചൊക്കെ ചെറിയൊരു അണ്ടർസ്റ്റാൻഡിങ് ആണ്. ഈ ഒരു കനാൽ പണിയാൻ പോകുന്നു എന്ന് പറഞ്ഞ് ജസ്റ്റ് ഒരു അനൗൺസ്മെന്റും ജസ്റ്റ് ഒരു ഫണ്ടിന്റെ ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് ഇസ്രായേൽ അങ്ങ് വിട്ടാൽ മതി. ആ ഫണ്ട് ഈ കനാൽ 2-3 കനാൽ പണിയാനുള്ള പൈസ ആ ഫണ്ടിലെത്തും. അത് ശരിക്കും പറഞ്ഞാൽ ഈ സിറാജിൽ ഈ ഒരു റിപ്പോർട്ട് എഴുതിയ ആൾക്ക് ഇതിനെക്കുറിച്ച് യാതൊരു ധാരണയും ഇല്ല എന്നുള്ളതാണ്. ആ രീതിയാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഞാൻ വിമർശിക്കാൻ വേണ്ടി എടുത്തതല്ല, അയാളുടെ ഒരു ഫ്രീഡമാണ് അയാൾ എക്സ്പ്രസ് ചെയ്ത് വെച്ചിരിക്കുന്നത്. പക്ഷെ അതിന്റെ ചില ഭാഗങ്ങൾ, അതായത് ഇങ്ങനെ ഒരു കനാൽ പണിയാൻ പറ്റത്തില്ല വെച്ചാൽ ലോകത്ത് ഒരു രീതിയിലുള്ള ഹ്യൂജ് കൺസ്ട്രക്ഷൻ നടക്കത്തില്ല. കോമൺ ആയിട്ട് എനിക്ക് ഇതിനകത്തൊരു ചോദ്യം ചോദിക്കാനുള്ളത്, ഏതൊരു പ്രോജക്റ്റും നമുക്ക് ഇന്നത്തെ കാലഘട്ടത്തിൽ പണിയാൻ വളരെ എളുപ്പമാണ്. ഷെയർ മാർക്കറ്റിൽ പോയിട്ട് ഷെയർ ചെയ്താൽ മതി. കാരണം ഇപ്പൊ നമ്മൾ എത്രയോ ആൾക്കാർ വൻകിട ബിൽഡിങ്ങുകൾ പണിയുന്നുണ്ട്. അതിന്റെ റെസിഡൻഷ്യൽസ് എത്രയോ ആൾക്കാർ ഇവിടെ ഈ മൾട്ടി ലെവൽ കൺസ്ട്രക്ഷൻ റെസിഡൻസി അപ്പാർട്ട്മെന്റുകൾ പണിയുന്നുണ്ട്. അതൊക്കെ ജസ്റ്റ് ഡെമോ, ഒരു 3D ഡെമോ കാണിച്ചു കഴിഞ്ഞാൽ ആൾക്കാർ പേ ചെയ്യാണ് പൈസ. പിന്നെ അത് 5 വർഷമോ 10 വർഷമോ കൺസ്ട്രക്ഷൻ കഴിഞ്ഞിട്ടാണ് താക്കോല് കൈമാറുന്നത്. ഇതേപോലത്തെ എത്ര പദ്ധതികളുണ്ട്. ഒരു കനാൽ പണിയാനാണോ ബുദ്ധിമുട്ട്? ഇതൊക്കെ പത്രത്തിൽ ഇങ്ങനെ വരിയായിട്ട് എഴുതി പോകുന്നതിലേ ബാലിശമായിട്ട് തോന്നുന്നുണ്ട്. ചെറിയ കാര്യങ്ങളൊക്കെ ഇങ്ങനെ വലിപ്പം കൂട്ടി എഴുതുന്നത്, അല്ല വേറെ ഒരു പ്രശ്നം അതിനകത്ത് കാണാനില്ല എന്നുള്ളതാണ്. പിന്നെ അവര് വളരെ അഗ്രീഡാണ്. സിറാജ് തന്നെ അംഗീകരിച്ചിട്ടുണ്ട്. ബെൻ ഗുരിയൻ കനാൽ യാഥാർത്ഥ്യമായി കഴിഞ്ഞാൽ അമേരിക്കയ്ക്കും ഇസ്രായേലിനും നല്ല രീതിയിലുള്ള വരുമാനം കിട്ടുമെന്ന് അവർ എഴുതിയിട്ടുണ്ട്. അതായത് പണിയാൻ പറ്റൂല, പൈസ ഇല്ല എന്ന് പറയുന്നവർ തന്നെ പറയുന്നുണ്ട് വരുമാനം ഉണ്ടാവുന്നുള്ളത്. അപ്പൊ ഇത് രണ്ട് കോൺട്രാഡിക്ടറി സ്റ്റേറ്റ്മെന്റ് ആയിട്ടാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. കാരണം വരുമാനം ഉണ്ടാകുന്ന 100% വരുമാനം കിട്ടുന്ന ഒരു സാധനം ഉണ്ടെങ്കിൽ പിന്നെ എത്ര ആൾക്കാർ അതിനകത്ത് കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യും? അപ്പൊ അതുകൊണ്ട് അതൊക്കെ വളരെ ഈസി ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഈ സിറാജിന്റെ ഈ ഒരു വാർത്ത വായിച്ചപ്പം എനിക്കത് ജസ്റ്റ് ഒന്ന് ഇതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് പോകാൻ തോന്നി. അതുകൊണ്ട് പറഞ്ഞാണ്. നമ്മള് ഒരു കൾപ്രിറ്റ് ഉണ്ട്. കൾപ്രിറ്റ് എന്ന് പറഞ്ഞാൽ, എന്തുകൊണ്ടാണ് ഞാൻ കൾപ്രിറ്റ് എന്ന് വിളിക്കുന്നത് പറഞ്ഞാൽ, നമ്മൾ ബംഗ്ലാദേശും പാകിസ്ഥാൻ അത് നമ്മൾ ഫോക്കസ് ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ പലപ്പോഴും വിചാരിക്കും പാകിസ്ഥാൻ അതിരൂക്ഷമായ രീതിയിൽ ബംഗ്ലാദേശിനെ സഹായിക്കാനുള്ള മനസ്സുണ്ട്. അതായത് ഇന്ത്യക്കെതിരെ ബംഗ്ലാദേശിനെ തിരിച്ചുവിടണം, ഇന്ത്യക്കെതിരെ ബംഗ്ലാദേശിനെ കുത്തിത്തിരിപ്പുണ്ടാക്കണം, അഥവാ ഇന്ത്യ നമ്മുടെ നിന്ന് ഭാഗിച്ചെടുത്തോണ്ട് പോയ ഈ ഒരു ബംഗ്ലാദേശിനെ തിരിച്ചു പിടിക്കാൻ പറ്റി കഴിഞ്ഞാൽ അത്രയ്ക്ക് നല്ലത് എന്നുള്ള നിലയിലുള്ള സന്തോഷമൊക്കെ പാകിസ്ഥാനുണ്ട്. പക്ഷെ പാകിസ്ഥാൻ ഇപ്പൊ അതിനുള്ള കെൽപ്പില്ല. പാകിസ്ഥാൻ 5 പൈസ ഇല്ല എന്നുള്ളതാണ് വസ്തുത. ഇനി പാകിസ്ഥാനും ബംഗ്ലാദേശും ഒരേപോലെ കിടന്ന് നെഗളിക്കുന്നത് എന്തുകൊണ്ടാണ്? അവർ ഒരേ ഒരാളെ കണ്ടിട്ടാണ് നെഗളിക്കുന്നത്. അതാണ് തുർക്കിയിലുള്ള തയ്യബ് എർദോഗൻ. ഈ ഒരു MB ഐഡിയോളജി കൊണ്ടു നടക്കുന്ന ഈ തയ്യബ് എർദോഗൻ, ഈ ഒരു കാര്യം ഉറപ്പിച്ചു പറയാം, ബംഗ്ലാദേശ് കൈവിട്ട് പോയിരിക്കുകയാണ്. ഒന്നാമത്തെ കാര്യം, ബംഗ്ലാദേശുമായിട്ട് ഇന്ത്യ യാതൊരു രീതിയിലുള്ള ഫ്രണ്ട്ഷിപ്പും കൊണ്ടുപോകേണ്ടതില്ല. കൃത്യമായിട്ട് നമ്മൾ തുർക്കിയോട് എന്ത് നിലപാടെടുക്കുന്നു, പാകിസ്ഥാനോട് എന്ത് നിലപാടെടുക്കുന്നു, ചൈനയോട് എന്ത് നിലപാടെടുക്കുന്നു, അതേ നിലപാട് വേണം ഇനി ബംഗ്ലാദേശിനോട് എടുക്കാൻ. വേണ്ടി വന്നാൽ അതിനേക്കാളും കുറച്ചുകൂടെ കൂടുതലായിട്ട് വേണം എടുക്കാൻ നിലപാട്. കൃത്യമായിട്ട് വരച്ചവരെ മാറ്റി നിർത്തുക എന്നുള്ളതാണ്. ഞാൻ ഇത് പല വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അതിന്റെ കാരണം എന്ന് പറഞ്ഞാൽ തുർക്കിയുമായിട്ട് ഇടപാട് നടത്തുകയാണ് ബംഗ്ലാദേശ് കൃത്യമായിട്ട് അവരുടെ റെപ്രസെന്റേറ്റീവിനെ തുർക്കിയിൽ വിട്ട് അവര് ടാങ്ക് മേടിക്കാനുള്ള ഏർപ്പാടാണ് ഇപ്പൊ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ ടാങ്ക് എന്ന് പറഞ്ഞാൽ തുർക്കി ഓൾറെഡി തന്നെ ഇവർക്ക് ഡ്രോൺ കൊടുത്തിട്ടുണ്ട്. പിന്നെ തുർക്കിയെ സംബന്ധിച്ചിടത്തോളം ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. ഈ തുർക്കി എന്ന് പറയുന്ന രാജ്യം കംപ്ലീറ്റ്ലി ആന്റി ഇന്ത്യയാണ്. അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കി വെച്ചോണം. തുർക്കിയുടെ തയ്യബ് എർദോഗൻ ഇന്ത്യക്ക് വരും, ചിലപ്പോൾ കൈ കൊടുക്കും, ചിലപ്പോൾ മോദിയെ കെട്ടിപ്പിടിച്ചുകൊണ്ട് നിൽക്കും, ചിലപ്പം ബ്രിക്സിൽ പോയി ഹാൻഡ് ഷേക്ക് കൊടുക്കും. ഇതെല്ലാം ചെയ്യും. ഇന്ത്യക്ക് ബന്ധമുള്ള റഷ്യയിൽ പോയി നിൽക്കും, പല കാര്യങ്ങൾ ചെയ്യും. നാറ്റോയിൽ അംഗത്വമുള്ള തുർക്കിയെ യൂറോപ്യൻ യൂണിയനിൽ അംഗത്വം കൊടുക്കാതെ മാറ്റി നിർത്തിയിരിക്കുന്നത് എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് മനസ്സിലായ? ഈ വക തീവ്രവാദ നിലപാടാണ് അതിന് കാരണം, വേറെ ഒന്നുമല്ല. ഇത് കൃത്യമായിട്ട് മുൻകൂട്ടി അറിഞ്ഞുകൊണ്ടാണ് ഇയാളെ മാറ്റി നിർത്തിയിരിക്കുന്നത്. കാരണം ഇവന് ഒരു അംഗത്വം കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പൊ യൂറോപ്പിൽ ഓൾറെഡി തന്നെ അവിടെ നശിച്ച അവസ്ഥയാണ് ഈ ഒരു റെഫ്യൂജികളെ കൊണ്ട്. ഇയാളും കൂടെ അവിടെ കുത്തിത്തിരിപ്പുണ്ടാക്കും. ഇയാൾക്ക് ഇടപെടാനുള്ള അവസരമുണ്ട് യൂറോപ്യൻ യൂണിയനിൽ. ഇപ്പൊ യൂറോപ്യൻ യൂണിയനിൽ ഇപ്പൊ തുർക്കി മെമ്പർ ആയിരുന്നു എങ്കിൽ ഈ ബില്ലില്ലേ,
ഈ റെഫ്യൂജികൾക്ക് നാഷണാലിറ്റി കൊടുക്കണം എന്നുള്ള ഒരു ബില്ല് അവിടെ പെൻഡിങ്ങിൽ കിടപ്പുണ്ട്. ആ ബില്ലൊക്കെ എപ്പം പൊടി തട്ടി എടുത്ത് തുർക്കി പെട്ടെന്ന് തന്നെ അടിച്ച് പേസ്റ്റ് നോട്ടീസ് അങ്ങ് ഒട്ടിച്ച് നാഷണാലിറ്റി കൊടുക്കാൻ വേണ്ടി അനുകൂലിച്ച് വോട്ടിട്ട് അവിടെ നിർബന്ധിച്ച് ശാഠ്യം പിടിച്ച് അത് നടപ്പിലാക്കിയേനെ. ഇതൊക്കെ കൊണ്ട് തന്നെയാണ് ഇവനെ മാറ്റി നിർത്തിയിരിക്കുന്നത്. കാരണം അത്രമാത്രം വർഗീയത നിറഞ്ഞ ഒരു വ്യക്തിത്വത്തിന് ഉടമയാണ് ഈ തുർക്കി തായ്യിബ് എർദോഗൻ. ഇയാള് പൊസിഷനിൽ നിന്ന് മാറിയാൽ തുർക്കിക്ക് എന്തെങ്കിലും ചെറിയ മാറ്റങ്ങൾ ഉണ്ടാവോ, നയപരമായിട്ട് ഇന്ത്യയുമായിട്ട് ഒരു പഴയ രീതിയിലുള്ള റിലേഷൻഷിപ്പ് വരുമോ എന്നൊക്കെ നമുക്ക് ചിന്തിക്കാവുന്നേ ഉള്ളൂ. പക്ഷെ തൽക്കാലം അതില്ല എന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ എങ്ങനെയാണ് പാകിസ്ഥാൻ ത്രൂ കശ്മീരുമായിട്ട് ഇടപെട്ട് തുർക്കി നിലപാടെടുത്തത്, എങ്ങനെയാണോ യുണൈറ്റഡ് നേഷൻസിൽ വേറെ മറ്റാരും സംസാരിക്കാത്തപ്പോഴത്തേക്ക് ഇന്ത്യ ആർട്ടിക്കിൾ 370 അബ്രോഗേറ്റ് ചെയ്ത സമയത്ത് ഒരാളും സംസാരിക്കാൻ തയ്യാറാവാത്ത യുണൈറ്റഡ് നേഷൻസിൽ പാകിസ്ഥാന് വേണ്ടി മാത്രം മുറവിളി കൂട്ടി ഇന്ത്യക്കെതിരെ നിലപാടെടുത്ത് സംസാരിച്ച ഒറ്റ വ്യക്തിയാണ് തായ്യിബ് എർദോഗൻ. അത്രമാത്രം വർഗീയതയുള്ള ആളാണ്. അപ്പൊ അവരെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ എന്ന് പറയുമ്പോഴത്തേക്കും വേറൊരു നിലപാടാണ്, കാഫിർ നിലപാടാണ്. അപ്പൊ അതുകൊണ്ട് ഇത് വെറുതെ പറയുന്നതല്ല, ഇത് ഇങ്ങനെ തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ്, അല്ലാതെ ഇന്ത്യക്കും തുർക്കിക്കും വരെ എന്താണ് പ്രശ്നം? ഇന്ത്യക്കും തുർക്കിക്കും വല്ല ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദർ വകയിൽ സ്ഥല തർക്കം വല്ല ഉണ്ടോ? ഒരു തർക്കമില്ല. അവന്മാരുടെ കൃത്യമായ നിലപാട് ഇത് മാത്രമാണ്. പാകിസ്ഥാൻ ഉള്ളത് അതേ നിലപാട് തന്നെയാണ്. പാകിസ്ഥാൻ കാഫറുകളും കൂടെ ജീവിക്കാൻ വയ്യ എന്ന് പറഞ്ഞിട്ടാണല്ലോ അവർ സെപ്പറേറ്റ് രാജ്യം മേടിച്ചുകൊണ്ട് പോയത്. അപ്പൊ ഇതൊക്കെ യാഥാർത്ഥ്യമാണ്, പച്ചയായ യാഥാർത്ഥ്യമാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അല്ലാതെ ഇത് ചിലപ്പോൾ വീട്ടിനുള്ളിൽ ആൾക്കാർ ചിലപ്പോൾ സംസാരിക്കുമായിരിക്കും, ചിലപ്പോൾ പൊതുമേഖലയിൽ വന്ന് സംസാരിക്കണമെന്നില്ല. പക്ഷെ ഇത് തന്നെയാണ് യാഥാർത്ഥ്യം. അപ്പൊ ഈ രീതിയിൽ നമുക്കെതിരെ നിലപാടെടുക്കുന്ന ആളാണ് ബംഗ്ലാദേശ്. ഇപ്പോൾ ഒരു വീണ് കിട്ടിയ അവസരമായിട്ടാണ് തുർക്കിക്ക് കാണാൻ കഴിയുന്നത്. അങ്ങനെ തുർക്കി ഇടപെടൽ നടത്തുകയും തുർക്കി ചിലപ്പോൾ ഒരു 10 കിലോ അരി വേണം, അല്ലെങ്കിൽ ഒരു പയർ വേണം, അല്ലെങ്കിൽ ഉടുക്കാൻ വസ്ത്രം വേണം ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പം ബംഗ്ലാദേശിന് കൊടുക്കണം എന്നില്ല. പക്ഷേ തുർക്കി ഇന്ത്യക്കെതിരെ എനിക്കൊരു 10 ടാങ്ക് വേണം ചോദിച്ചു കഴിഞ്ഞാൽ ഫ്രീ ആയിട്ട് വേണമെങ്കിൽ കൊടുക്കും. അതാണ് തുർക്കി. അപ്പൊ അവന്മാർ അതേപോലെ നിലപാടെടുത്തിരിക്കുകയാണ്. ഏതാണ്ട് 26 ടാങ്കുകൾ, ലൈറ്റ് വെയിറ്റ് ടാങ്കിനാണ് ബംഗ്ലാദേശ് അപ്രോച്ച് ചെയ്തിരിക്കുന്നത്. 26 ടാങ്കുകൾ കൊടുക്കാമെന്ന് തുർക്കി സമ്മതിച്ചിട്ടുണ്ട്. ഇതിൽ 2 ടാങ്കുകളാണ് ഓപ്ഷനിൽ ഇവർക്ക് വന്നിരിക്കുന്നത്. അതായത് അൽത്തായ് 65 ടൺ, ഇത് അൽത്തായ് എന്ന് പറഞ്ഞ ടാങ്ക് 65 ടൺ, ഇതിലൊരു 26 പീസ് തരാമെന്നാണ് തുർക്കി പറയുന്നത്. അതുപോലെ തന്നെ ബംഗ്ലാദേശ് ചോദിക്കുന്നത് ഞങ്ങൾക്ക് കുറച്ചുകൂടെ ലൈറ്റ് വെയിറ്റ്, ഒരു 19-20 ടണ്ണിന്റെ ഉള്ളിലുള്ള ഒരു ടാങ്ക് ആണെങ്കിൽ നല്ലതാണെന്ന് പറഞ്ഞപ്പോഴത്തേക്കും അവർ തുർക്കി ഒരു വേറൊരു ഓപ്ഷൻ കൂടെ കൊടുത്തിട്ടുണ്ട്. അർമ ടാങ്ക്സ് എന്ന് പറഞ്ഞ ആ ഒരു ഓപ്ഷൻ കൂടെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഈ അർമ ടാങ്ക്സ് കുറച്ചുകൂടെ വില കുറവാണ്. അതുപോലെ തന്നെ 19 ടൺ വെയിറ്റേ ഉള്ളൂ, ഈസി ടു ക്യാരി. അപ്പൊ അവരുടെ ഒരു ലാൻഡ് നാച്ചർ അനുസരിച്ച് അവർക്ക് എളുപ്പത്തിൽ അർമ ടാങ്ക്സ് ആയിരിക്കും നല്ലതെന്നാണ് ബംഗ്ലാദേശിലെ വിലയിരുത്തൽ. തുർക്കി പക്ഷേ ഈ ഒരു അൽത്തായ് എന്ന് പറഞ്ഞ ഈ ഒരു ടാങ്ക് ആണ് കൂടുതൽ പ്രൊമോട്ട് ചെയ്യുന്നത്. കാരണം ഇത് കൊറിയൻ ടെക്നോളജിയാണ്. അതുപോലെ തന്നെ ഹുണ്ടായുടെ ഒരു മിഷനറീസ് ആണ് ഇതിന്റെ ഉള്ളിൽ മൊത്തം ഉപയോഗിക്കുന്നത്. അപ്പൊ അത് ക്വാളിറ്റി വൈസ് നോക്കുമ്പോഴത്തേക്കും കമ്പയർ വിത്ത് അർമ ടാങ്ക് അൽത്തായ് കുറച്ചുകൂടെ ബെറ്റർ ആണ്. ഇമാതിരിയുള്ള ഹൈ ക്വാളിറ്റിയിൽ വരുന്ന ഫെസിലിറ്റേറ്റീവ് സൗത്ത് കൊറിയൻ ടെക്നോളജി ഉൾപ്പെടുത്തിയ ടാങ്കുകൾ ബംഗ്ലാദേശ് തിരയുന്നു. ആർക്ക് വേണ്ടിയിട്ടാണ്? 4000 കിലോമീറ്റർ ബോർഡർ ഉള്ള ഇന്ത്യക്കെതിരെയാണോ, അല്ലെങ്കിൽ 250 കിലോമീറ്റർ ബോർഡർ ഉള്ള മ്യാൻമറിനെതിരെയാണോ? മ്യാൻമറിനെതിരെ അവരെ കൊണ്ട് ആവില്ല എന്നുള്ളത് അർക്കൻ ആർമി കൃത്യമായിട്ട് തെളിയിച്ചു കഴിഞ്ഞു. ഇനി ഇവർ ടാങ്ക് മേടിക്കുന്ന ആർക്ക് വേണ്ടിയിട്ടാണ്? ഇത് കൃത്യമായ ജമാഅത്ത് ഇസ്ലാമിയുടെ ഇന്ത്യക്കെതിരെയുള്ള അജണ്ടയാണ്. ഇത് മനസ്സിലാക്കിക്കൊണ്ട് വേണം ഇന്ത്യ മുന്നോട്ട് പോകാൻ. ഇന്ത്യ നിലപാടെടുക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. യുവമാരെ ഏതെങ്കിലും തരത്തിൽ പൂട്ടണം. ഇല്ലാന്നുണ്ടെങ്കിൽ ഇവര് ഒരു കാലത്തും നമ്മളെ സ്വസ്ഥമായിട്ട് ജീവിക്കാൻ സമ്മതിക്കില്ല. ആന അറിയാമല്ലോ, ആനയുടെ ചെവിയിൽ ഉറുമ്പ് പോയാലുള്ള കഥ അത് തന്നെ സംഭവിക്കും. അതുപോലെ തന്നെ ബംഗ്ലാദേശ് ഇന്ത്യയുമായിട്ടുള്ള ചില നിർണായക കരാറുകളൊക്കെ ക്യാൻസലാക്കി വരികയാണ്. ഇന്ത്യക്കുള്ളിൽ അവരുടെ അവരുടെ ലീഗൽ സിസ്റ്റത്തിന് വേണ്ടിയിട്ട് ഒരു 50 പേരെ ട്രെയിനിങ്ങിന് ഇവിടെ ഫിക്സ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് ഷെയ്ഖ് ഹസീനയുടെ സമയത്ത് എഗ്രിമെന്റിൽ ഉണ്ടായ ഒരു സാധനമാണ്. ഈ ഒരു 50 ഗവൺമെന്റ് ഒഫീഷ്യൽസ് അഥവാ ജഡ്ജ് ഉൾപ്പെടെയുള്ള ആൾക്കാരെ ഈ ലീഗൽ സിസ്റ്റത്തിൽ ട്രെയിനിങ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇന്ത്യക്കുള്ളിൽ വിട്ട് ട്രെയിൻ ചെയ്യിപ്പിക്കുക എന്നുള്ളത്. ആ പദ്ധതി അപ്പാടെ അവർ ക്യാൻസലാക്കിയിരിക്കുകയാണ്. അതായത് ഈ ഒരു വരവ് മാത്രമല്ല, ഈ ഷെയ്ഖ് ഹസീന ഉണ്ടാക്കിയ ഒരു പദ്ധതി ഇല്ല, ആ പദ്ധതി തന്നെ അവർ ക്യാൻസലാക്കിയിരിക്കുകയാണ്. അത് അവര് ഇന്ത്യയുമായിട്ട് എന്തൊക്കെ കാര്യങ്ങൾ റദ്ദാക്കണം എന്നുള്ളതിൽ വളരെ ക്ലിയർ ആണ്. അവർ ഇന്ത്യയുമായിട്ട് കൃത്യമായിട്ടുള്ള ഡിസ്റ്റൻസ് പാലിക്കുന്നുണ്ട്, അവർ ക്യാൻസൽ ചെയ്യുന്നുമുണ്ട് കാര്യങ്ങൾ. നമ്മളാണ് ഇനി കണ്ടറിഞ്ഞ് തീരുമാനം എടുക്കേണ്ടത്. പറഞ്ഞ കാര്യങ്ങളൊന്നും സെൻട്രൽ ഗവൺമെന്റിന് അറിയാത്ത കാര്യങ്ങളല്ല, ഇതൊക്കെ അറിയാവുന്ന കാര്യങ്ങളാണ്. ഇന്ത്യൻ ഗവൺമെന്റ് എന്തെങ്കിലും എഫക്റ്റീവ് ആയിട്ടുള്ള ഡിസിഷൻസ് ബംഗ്ലാദേശിനെതിരെ എടുത്തതായിട്ട് ഞാൻ ഇതുവരെ കാണുന്നില്ല എന്നുള്ളത്. പക്ഷെ മറിച്ചാണെങ്കിൽ ഒരുപാട് തീരുമാനങ്ങൾ അവർ എടുത്തു കഴിഞ്ഞു എന്നുള്ളതാണ്. നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നുണ്ടെങ്കിൽ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും അടുത്തൊരു വിഷയമായിട്ട് വരാം. താങ്ക് യു സോ മച്ച്.